അതേ ബാത്റൂമിൽ പോയി കളിക്കുന്ന സ്വഭാവം, ടോയ്ലറ്റിൽ പോയി കളിക്കുന്ന സ്വഭാവം. ചില ചെറുപ്പക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, ബാത്റൂമിൽ പോയിട്ട് കുറെ അങ്ങ് കളിച്ചിട്ട് പിന്നെയാ വരിക. അതുകൊണ്ടല്ലേ പഴയ കാലത്തെ ബാത്റൂമുകളിൽ കുളിമുറികളിൽ കൂടുതൽ സൗകര്യങ്ങളില്ലായിരുന്നു. അതേ സമയത്ത് ഇന്നത്തെ കുളിമുറി നോക്കൂ നിങ്ങള്, എന്തൊക്കെ സൗകര്യമാണ്. പോയാ വേഗം തിരിച്ചു വരാൻ തോന്നൂല, കുറെ നേരം അവിടെ ചെലവഴിക്കാനാ തോന്നുക, കുറെ നേരം വെള്ളത്തിൽ കളിക്കാനാ തോന്നുക. കുളിച്ചു കഴിഞ്ഞാലും സുബ്ഹാന ജല്ല ജലാലു, കുളിച്ചു കഴിഞ്ഞാലും കുറെ നേരം അവിടെ ടബ് ഉണ്ടാവും, അതിലിങ്ങനെ കളിക്കാൻ നോക്കാണ്. വേറെ ചില ഉമ്മമാര് ബാത്റൂമിൽ കൊണ്ടുപോയി സ്വിമ്മിംഗ് പൂള്, ഈ ആർട്ടിഫിഷ്യൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാകും, അത് കൊണ്ടുപോയി ബാത്റൂമിൽ വെക്കാണ്, കുട്ടിക്ക് കളിക്കാനാണ്. ഓ ഉമ്മ, ബാത്റൂം എന്ന് പറഞ്ഞാൽ കുറെ നേരം കളിക്കാനുള്ളതല്ല. ബാത്റൂമിൽ പോയി കളിക്കുന്ന സ്വഭാവം അത് മിൻ അഖ്ലാഖി ഖൗമി ലൂത്ത്, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽപ്പെട്ടതാണെന്ന് പണ്ഡിതന്മാര് പറഞ്ഞു എന്ന് മാത്രമല്ല, വേറെ ചില പണ്ഡിതന്മാര് പറഞ്ഞു, അങ്ങനെ ടോയ്ലറ്റിൽ പോയി ബാത്റൂമിൽ പോയി കുറെ നേരം കളിക്കുന്ന സ്വഭാവക്കാരാണോ, ലം യമുത് ഹത്താ യദൂഖ അലമൽ ഫഖ്രി, ദാരിദ്ര്യം അനുഭവിക്കാതെ അവൻ മരിക്കൂല. എന്തിനാണ് ഈ മക്കളെ ബാത്റൂമിൽ കുറെ നേരം കളിപ്പിക്കുന്നത്? എന്നിട്ട് ഉമ്മാന്റെ പരാതിയാണ്, ഓൻ പോയിട്ട് വെള്ളത്തിൽ കളിക്കുന്നു, കുറെ നേരം കളിക്കുന്നു, കുളിച്ചിട്ടും വരൂല. കുട്ടികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അവർക്ക് വെള്ളത്തിൽ കളിക്കാൻ വലിയ താല്പര്യമാണ്. അതുകൊണ്ടാണ് വാട്ടർ പാർക്കിലേക്ക് കൊണ്ടുപോകണോന്ന് പറയുന്നത്, വെള്ളച്ചാട്ടമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്ന് പറയുന്നത്, എവിടെയെങ്കിലും സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോകണോന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഇപ്രാവശ്യം തന്നെ സ്കൂളിൽ അവധി കിട്ടിയപ്പോ, മദ്രസയിൽ അവധി കിട്ടിയപ്പോ കുട്ടികളെയും കറക്കാൻ പലയിടത്തും കൊണ്ടുപോയിട്ടുണ്ടാകും. അപ്പൊ രക്ഷിതാക്കൾ കൂടുതലും തെരഞ്ഞെടുക്കുന്നത് വെള്ളച്ചാട്ടം എവിടെയാണ്, വാട്ടർ പാർക്ക് എവിടെയാണ്, സ്വിമ്മിംഗ് പൂൾ എവിടെയാണ്, കുട്ടികളെ വെള്ളത്തിൽ കളിപ്പിക്കാൻ പറ്റിയ സ്ഥലം എവിടെയാണ്. അതിന് ഞാനൊന്നും എതിരല്ല കേട്ടോ. അതേ സമയത്ത് ബാത്റൂമിൽ കുറെ നേരം കുളി കഴിഞ്ഞിട്ടും കുട്ടികളതാ അവിടുന്ന് വെള്ളം ഇങ്ങനെ തെറിപ്പിച്ചിട്ട് കളിക്കുകയാണ്. ആ ബാത്റൂമിൽ കുറെ നേരം വലിയവരായാലും ചെറിയവരായാലും കളിച്ചിട്ട് സമയം പാഴാക്കുന്നത് അത് അത്രയും നല്ല സ്വഭാവമേ അല്ല. സുഹൃത്തുക്കളെ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയിലുണ്ടായിരുന്ന വളരെ മോശപ്പെട്ട ഒരു 2-3 സ്വഭാവങ്ങളുണ്ട്. അത് ഇന്നും ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ചിലരിൽ കാണുന്നുണ്ട്. മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ സ്വഭാവം പറഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതല്ലാത്തതും കൂടിയായ ഒരു 2-3 സ്വഭാവവും കൂടി പറയുന്നുണ്ട്. ആ സ്വഭാവം ഞങ്ങളിൽ ഉണ്ടാകാതിരിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കണോ. നിങ്ങളെ സദസ്സുകളിൽ വെച്ച് നിങ്ങള് പൊരുത്തപ്പെടാത്ത കാര്യം ചെയ്യുന്നുണ്ടല്ലോ സമൂഹമേ. ലൂത്ത് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു, ഏതാണ് ആ പൊരുത്തപ്പെടാൻ പറ്റാത്ത കാര്യങ്ങള്? അതിൽ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത് കാണാം. അതേ, കൈവിരലിലൂടെ, നിങ്ങളെ ഭാഷയിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല, എന്റെ ബ്യാരി ഭാഷയിൽ നൊട്ടി പൊട്ടിക്കുക എന്നാ പറയാ. അഥവാ ചില മനുഷ്യന്മാരുണ്ട് സുബ്ഹാനല്ലാഹ്, ദുആ ചെയ്യുമ്പോഴും അവർക്കൊരു മടിയില്ല. പള്ളിയാണെന്ന് നോക്കൂല, ദുആ ചെയ്യുന്ന സമയമാണെന്ന് നോക്കൂല, മെല്ലെ വിരലിങ്ങനെ പൊട്ടിക്കുകയാണ്. അതിന് എന്റെ ഭാഷയിൽ നൊട്ടി പൊട്ടിക്കുക എന്നാ പറയാ. മദ്രസയിലെ കുട്ടികൾ അങ്ങനെ ചെയ്താൽ ചിലപ്പോ ഉസ്താദ് കണ്ണിങ്ങനെ മറിച്ചു നോക്കൂ. എന്നാലോ
പ്രായമുള്ള ബാപ്പ ചെയ്താല് ചിലപ്പോ ഉസ്താദിനെ അങ്ങനെ നോക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. കാരണം ഉസ്താദിന്റെ ഉപ്പാപ്പാന്റെ പ്രായമുണ്ട് ഈ മൂപ്പർക്ക്. മദ്രസയിലെ കുട്ടിയെ നോക്കിയിട്ട് അദബ് പഠിപ്പിക്കും പോലെ പ്രായമുള്ള ഒരാളെ അദബ് പഠിപ്പിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. ഓരോ അദബ് പഠിപ്പിക്കുന്നതിന് ഓരോ ലെവലാണ്. അപ്പൊ ഈ സ്വഭാവമുണ്ടല്ലോ, ഇതേ ഉമ്മമാരെ നിസ്കാരപ്പായയിൽ കുത്തിരുന്ന് അതേ നൊട്ടിയെടുക്കുക, അഥവാ വിരലിങ്ങനെ പൊട്ടിക്കുക, ആ സ്വഭാവം അത് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ സ്വഭാവമാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്ത് ശബ്ദമുണ്ടാക്കുന്നത് അത് നല്ലതല്ല. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ സ്വഭാവമാണ്. നിസ്കാരത്തിലാണെങ്കിലും നിസ്കാരത്തിന്റെ പുറത്താണെങ്കിലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കണോ. ഓ ഉമ്മമാരെ, കുട്ടികൾ ഇന്നിങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ അത് ഉമ്മമാര് നല്ലവണ്ണം ശ്രദ്ധിച്ചു കുട്ടികളെ അതിൽ നിന്ന് മാറ്റി നിർത്തണം. അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ നിസ്കരിക്കാൻ പള്ളിയിൽ വന്നാൽ ദുആ ചെയ്യുന്ന സമയത്തും ശബ്ദം കേൾക്കാണ്. നോക്കുമ്പോ ബാക്കിൽ നിന്ന് മദ്രസയിൽ പഠിക്കുന്ന കുട്ടി ഇങ്ങനെ എന്താ നൊട്ടിയെടുക്കുകയാണ്, അഥവാ വിരൽ പൊട്ടിക്കുകയാണ്. അത് അത്രയും നല്ല സ്വഭാവമല്ല എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. ഇനി ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽ ഉണ്ടായിരുന്ന രണ്ടാമത്തെ സ്വഭാവം മഹാന്മാരായ പണ്ഡിതന്മാര് പ്രത്യേകം പറയുകയാണ്. അതേ ബാത്റൂമിൽ പോയി കളിക്കുന്ന സ്വഭാവം, ടോയ്ലറ്റിൽ പോയി കളിക്കുന്ന സ്വഭാവം. ചില ചെറുപ്പക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, ബാത്റൂമിൽ പോയിട്ട് കുറെ അങ്ങ് കളിച്ചിട്ട് പിന്നെയാ വരിക. അതുകൊണ്ടല്ലേ പഴയ കാലത്തെ ബാത്റൂമുകളിൽ കുളിമുറികളിൽ കൂടുതൽ സൗകര്യങ്ങളില്ലായിരുന്നു. അതേ സമയത്ത് ഇന്നത്തെ കുളിമുറി നോക്കൂ നിങ്ങള്, എന്തൊക്കെ സൗകര്യമാണ്. പോയാ വേഗം തിരിച്ചു വരാൻ തോന്നൂല, കുറെ നേരം അവിടെ ചെലവഴിക്കാനാ തോന്നുക, കുറെ നേരം വെള്ളത്തിൽ കളിക്കാനാ തോന്നുക. പറഞ്ഞതിന് ശേഷം വീണ്ടും മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽ ഉണ്ടായിരുന്ന മറ്റൊരു സ്വഭാവം, സുബ്ഹാനല്ലാഹ്, എല്ലാ ശബ്ദം ഒരുപോലെയല്ല, എല്ലാ ശബ്ദം ഒരുപോലെയല്ല. കേൾക്കാൻ നല്ല രസമുള്ള ശബ്ദമുണ്ടാകും, കേട്ടാൽ ജനങ്ങൾ വെറുക്കുന്ന ശബ്ദമുണ്ടാകും. അത് ഞങ്ങളെ ശരീരത്തിൽ നിന്ന് തന്നെ വരുന്ന ശബ്ദമാണെങ്കിലും സുബ്ഹാനല്ലാഹ് എല്ലാ ശബ്ദം ഒരുപോലെയല്ല. ചില ശബ്ദം കേട്ടാൽ നല്ല സന്തോഷമുണ്ടാകും, വേറെ ചില ശബ്ദം കേട്ടാൽ എവിടുന്നാ കേൾക്കുന്നത് അവിടുന്ന് എണീറ്റങ്ങ് ഓടിപ്പോകും. ചിലപ്പോ സുബ്ഹാനല്ലാഹ് മൂക്കും പൊത്തിട്ടാ പോവാ. സുബ്ഹാനല്ലാഹ് എന്തേ കാരണം? അത് അത്രയും നല്ല ശബ്ദമല്ല, ആ വാസന അത്ര നല്ല വാസനയല്ല, അത് നാറ്റമാണ്. അതുകൊണ്ടല്ലേ കീഴുവായു എന്നാണ് അതിന് പറയാ. നിങ്ങളെ പച്ച മലയാളത്തിൽ അങ്ങനെയാ പറയാ. ആ കീഴുവായു ചില ആളുകളോ സുബ്ഹാന ജല്ല ജലാലുഹു വലിയ ഒച്ചത്തിലാണ് അവർ വിടുന്നത്. ജനങ്ങൾക്കൊക്കെ അറിയിച്ചിട്ടാ വിടുന്നത്, പ്രത്യേകിച്ച് ഭർത്താവും ഭാര്യയും. സുബ്ഹാന ജല്ല ജലാലുഹു. ചില ഭർത്താക്കന്മാർക്ക് ഒരു സ്വഭാവം, ആ ഒച്ച എന്റെ ഭാര്യ കേട്ടാൽ കുഴപ്പമില്ല. വിഷമായോന്ന് എനിക്കറിയില്ല കേട്ടോ, വിഷമായൊന്നും എനിക്കറിയില്ല. സുബ്ഹാന ജല്ല ജലാലുഹു. എന്റെ ഭാര്യ ആ ഒച്ച കേട്ടാ കുഴപ്പമില്ല. ഈ ഒച്ച കേൾക്കുമ്പോഴേക്ക് ഭാര്യ നിങ്ങ എന്തല്ലേ സാവു, നിങ്ങ എന്തല്ലേ സാവു എന്ന് ഭാര്യ ഇങ്ങനെ ഭർത്താവിനോട് പറയും. പറ്റൂല. ഭാര്യ കേൾക്കാനുള്ള ഒരുപാട് ഒച്ചകൾ വേറെ ഉണ്ട്, ശബ്ദങ്ങൾ വേറെ ഉണ്ട്. അത് ഭാര്യനെ കേൾപ്പിച്ച് സന്തോഷിപ്പിക്കുക. ഇതുപോലെ കേൾക്കാൻ പാടില്ലാത്ത ശബ്ദം അതൊരിക്കലും നിങ്ങൾ മറ്റുള്ളവരെ കേൾപ്പിക്കരുത്. മറ്റുള്ളവർ അറിയാതെയാണ് സുബ്ഹാനല്ലാഹ് ചില സദസ്സുകളിലൊക്കെ ഉണ്ടാകുമ്പോ ഇങ്ങനെ ഒരു നാണമില്ലാതെ ഒളുപ്പില്ലാതെ, അത് പള്ളിയുടെ ഉള്ളിലാകട്ടെ പുറത്താകട്ടെ, ആ കീഴുവായു പോകുന്നത് ഞാനല്ലാതെ ഒരാളും അറിയരുത്, തൊട്ടടുത്തിരിക്കുന്നവനും അറിയരുത് എന്ന് പറഞ്ഞാൽ ശബ്ദം കേൾക്കരുത്, ജനങ്ങൾ അറിയുന്ന കോലത്തിലാകരുത്. സദസ്സുകളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതക്ക് അങ്ങനെ ഒരു നാണൊന്നുമില്ല. സദസ്സിൽ വെച്ച് തന്നെ ഒച്ചുണ്ടാക്കിയിട്ട് കീഴുവായുവിനെ സുബ്ഹാനല്ലാഹ് മാന്യമായി പറഞ്ഞേക്കാണ്. അത് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സ്വഭാവമാണ്, അത് യോജിച്ചതല്ല.
പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, ഔലിയാക്കളുടെ സ്വഭാവം സ്വീകരിച്ച് മോശപ്പെട്ട ആളുകളുടെ സ്വഭാവത്തിൽ നിന്ന് മാറി നിന്ന് ഇനി എത്ര കാലം ജീവിക്കാനുണ്ടെന്ന് പറയാൻ കഴിയില്ല. ഉള്ളത് മിനിറ്റാണോ, സെക്കൻഡുകളാണോ, മണിക്കൂറുകളാണോ, അതെല്ലാം പടച്ചറപ്പിന്റെ പൊരുത്തത്തിനു വേണ്ടി ചെലവഴിച്ച് നല്ല ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ എല്ലാവരും ഒരുങ്ങണമെന്ന് മാത്രം, തയ്യാറാകണമെന്ന് മാത്രം സാധുവായ ഞാൻ എന്റെ അമ്മാറത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി. കുമ്പടാജയിൽ മറപ്പെട്ട് കിടക്കുന്ന മഹാനവരുകളുടെ ഉറൂസിന്റെ പേരിലുള്ള നമ്മുടെ എല്ലാ ദിവസത്തിന്റെയും വഅദിന്റെ മജ്‌ലിസുകൾ അതിന് കാരണമാകണം, നിമിത്തമാകണം എന്ന് ഓർമ്മപ്പെടുത്തി. ഒരു നേരത്തെ നിസ്കാരവും ഖളാ ചെയ്യാതെ, ഹറാം കഴിക്കാതെ, കുടുംബ ബന്ധം മുറിക്കാതെ, ഒരാളെയും ചതിക്കാതെ, വഞ്ചിക്കാതെ, അവിഹിത ബന്ധം സ്ഥാപിക്കാതെ, മദ്യപാനികളാകാതെ, പള്ളിയെ ബഹുമാനിക്കാതെ, അങ്ങനെയൊരു അതേ പള്ളിയെ ബഹുമാനിച്ചുകൊണ്ട് ചെറിയവരെ സ്നേഹിച്ച് വലിയവരെ ബഹുമാനിച്ച് പണ്ഡിതന്മാരെ എല്ലാ പണ്ഡിതന്മാരെ ബഹുമാനിച്ച് എല്ലാ തങ്ങന്മാരെയും ആദരിച്ച് നല്ല ഐക്യത്തോടെ ജീവിച്ച് നല്ല ഒരു ഈമാനിന്റെ ജീവിതം കാഴ്ചവെക്കണേ. ഓ ഉമ്മമാരെ, ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കാതെ ആ ഭർത്താവിന് ദീനിന്റെ നിയമത്തിന്റെ ഉള്ളിൽ നിന്ന് സ്നേഹിച്ച് ഇതുപോലെ തന്നെ ശരീരം മുഴുവനും മറച്ചുകൊണ്ട് ഒരൊറ്റ അന്യ പുരുഷനും നിങ്ങളെ മുഖം കാണിക്കാതെ, നിങ്ങളുടെ അവയവങ്ങൾ കാണിക്കാതെ ആ റബ്ബിന്റെ ദീനിന്റെ നിയമം ഫുള്ളായി ജീവിതത്തിൽ പകർത്തിയിട്ട് അമ്മായിമാനെ ബഹുമാനിച്ച് ഭർത്താവിന്റെ ബാപ്പാനെ ബഹുമാനിച്ച് നല്ല ഒരു കുടുംബ ജീവിതത്തിന് നേതൃത്വം നൽകി വളർന്നു വരുന്ന മക്കളാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം. ആ മക്കളെ നല്ല മക്കളാക്കി വളർത്തി ആഖിറത്തേക്ക് വലിയ സമ്പാദ്യക്കാരായി വളർത്തിക്കൊണ്ടുവന്ന് ജീവിച്ച് മരിക്കണമെന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ നീ ഞങ്ങൾക്കതിന് തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ഈ സദസ്സിൽ ഒരുമിച്ചു കൂടിയ മുഴുവൻ സ്നേഹജനങ്ങളെയും ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളെ എല്ലാ ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ചു കൂടുന്നവരുടെയും അതുപോലെ ഞങ്ങളെ വാദകളിൽ ലൈവായി കേട്ട് പഠിക്കുന്നവരെയും എല്ലാ സ്നേഹജനങ്ങളെയും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലിവാഗുൽ ഹംദ് എന്ന കൊടിക്കീഴിൽ ഒരുമിച്ചു കൂട്ടി തരണേ അല്ലാഹ്. ഒരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.